16th question. The book in which credit note voucher is used for accounting is. Credit note voucher ഏത് ബുക്കിന്റെ ഭാഗമാണ്? സെയിൽസ് ബുക്ക് ആണോ, പർച്ചേസ് ബുക്ക് ആണോ, സെയിൽസ് റിട്ടേൺ ബുക്ക് ആണോ, പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണോ? ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട്. നമ്മൾ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും പഠിച്ചായിരുന്നു. ഓക്കെ, യെസ്, സി ആണ് ഒരാൾ ഉത്തരം പറയുന്നത്. സി. ഓക്കെ, സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആണ്. ക്രെഡിറ്റ് നോട്ട് വൗച്ചർ സ്പേസ് ഇൻ സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇറ്റ് ഈസ് എ വൗച്ചർ വിച്ച് ഇസ് സെൻഡ് ബൈ സെല്ലർ ടു ബയർ. സെല്ലർ ബയറിന് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത് വൗച്ചറിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ആൻസർ സി ആണ്, സെയിൽസ് റിട്ടേൺ. ഇനി പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് വൗച്ചർ. ഓക്കെ, സോ ക്രെഡിറ്റ് നോട്ട് വൗച്ചർ സെയിൽസ് റിട്ടേൺ ബുക്ക്, മറ്റേത് ഡെബിറ്റ് നോട്ട് വൗച്ചർ പർച്ചേസ് റിട്ടേൺ. അതാണ് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ കറക്റ്റ്. 17ാമത്തത്, അക്കൗണ്ടിങ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് വാട്ട്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ ആണോ, മെഷറിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, അനലൈസിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണോ, ഓർ ഓൾ ഓഫ് ദി അബവ്? എന്താണ്? ഡി, കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി അബവ്. എല്ലാം അക്കൗണ്ടിങ് വരും. അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് what? Recording, classifying, summarizing, analyzing, and interpreting financial transactions and communicating the results. Recording വരും, അതിനകത്ത് അനലൈസിംഗ് ഇന്റർപ്രറ്റിംഗ്, അതിനകത്ത് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേഷൻ വരും, പിന്നെ അനാലിസിസ് ഇവിടെ പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഓൾ ഓഫ് ദി അബവ് ഈസ് ദ ആൻസർ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. എക്സ്പ്ലനേഷൻ ഇസ് അക്കൗണ്ടിംഗ് ഇൻവോൾവ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ടിൽ ലെഡ്ജർ പ്രിപ്പറേഷൻ ബുക്ക് കീപ്പിംഗ്. ആഫ്റ്റർ ദാറ്റ് ബാക്കിയും കൂടെ ചെയ്യുമ്പോൾ എൻറ്റയർ പ്രോസസ് ഇസ് നോൺ ആസ് അക്കൗണ്ടിംഗ്. Then measuring financial performance, that means calculating whether you have earned profit or not. പിന്നെ analyzing financial data for decision making. 18th question. The primary objective of bookkeeping is to. Bookkeeping in the primary objective എന്താണ്? Prepare financial statement. Financial statement prepare ചെയ്യുന്നതാണോ, record financial transaction systematically ആണോ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതാണോ? ഏതാണ്? ബുക്ക് കീപ്പിംഗിന്റെ, അക്കൗണ്ടിംഗ് അല്ല, ബുക്ക് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ബുക്ക് കീപ്പിംഗിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണോ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണോ, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണോ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണോ? ബുക്ക് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് പറയാമോ? ആർക്കും അറിയത്തില്ലേ അത്? ബുക്ക് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഓഫ് ബുക്ക് കീപ്പിംഗ് B, correct answer. B is the correct answer. Yes, record financial transactions systematically. കാരണം ജേർണൽ, ലെഡ്ജർ അവിടം വരെ കൊണ്ട് ബുക്ക് കീപ്പിംഗ് തീരും. ഈ രണ്ടെണ്ണവും ചെയ്യുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. റെക്കോർഡിംഗ് ആൻഡ് പോസ്റ്റിംഗ്, ദാറ്റ് മീൻസ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ്. ക്ലിയർ? യെസ്. So the answer is record financial transactions systematically. So bookkeeping focuses on the systematic recording of financial transactions, which forms the basis for preparing financial statements. Okay, set. 19ാമത്തെ question. Which of the following is not an advantage of accounting? ഈ താഴെ പറയുന്നതിൽ ഏതാണ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്? ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ കൺട്രോൾ, പ്രിവെന്റ് ഓൾ ഫ്രോഡ് ആൻഡ് ഇറേഴ്സ്, ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇതിൽ ഏതാണ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്? ഇതിൽ ഒരെണ്ണം അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ല. സി. ഓക്കെ, നോക്കാം. സി, പ്രിവെന്റ് ഓൾ ഫ്രോഡ്സ് ആൻഡ് ഇറേഴ്സ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. പ്രിവെന്റ് ഓൾ ഫ്രോഡ്സ് ആൻഡ് ഇറർ. വൈൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് ഇറർ, ഇറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി പ്രിവെന്റ്. അവിടെ നമ്മൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഓൾ ഫ്രോഡ്സ് ആൻഡ് ഇറേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കുറച്ചൊക്കെ ഫ്രോഡും ഇററും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ. പക്ഷെ നമുക്ക് ഒരിക്കലും മുഴുവനായിട്ടും നമുക്കെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എത്ര ശ്രമിച്ചാലും ചിലതൊക്കെ എന്താവും? ഫ്രോഡും ഇററും ഒക്കെ ഉണ്ടാവും. സോ എല്ലാ ഫ്രോഡും ഇററും പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന ഓപ്ഷൻ തെറ്റാണ്. ഇറ്റ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ആസ് എ സിസ്റ്റം ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്.
So the option is C, prevent all frauds and errors. 20th question. Which system of accounting follows the dual aspect concept? Easy ആയിരിക്കുമല്ലോ. ഏത് സിസ്റ്റമാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്? ബി, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ every transaction has two aspects. That means a debit aspect and a credit aspect. ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ഡ്യുവൽ ആസ്പെക്ട്. അതിന്റെ ബേസിസിൽ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. And Luca Pacioli is known as the father of double entry bookkeeping. Okay. ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫുൾ വർക്ക് ചെയ്യുന്നത് ഏത് ഇക്വേഷന്റെ ബേസിസിലാ? അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസിലാ. ദാറ്റ് മീൻസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ദ ഡബിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് എവറി ട്രാൻസാക്ഷൻ ഇൻ two accounts. മിനിമം രണ്ട് അക്കൗണ്ടിലെങ്കിലും റെക്കോർഡ് ചെയ്യും. മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓഫ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് capital or equity. 21ാമത്തേത്, the person who owes money to the business is called what? Simple ആയിട്ടുള്ള question. A person who owes money to business. Yeah, B ആണ് correct answer. Debtor, the person who owes money to business. ബിസിനസിന് പൈസ കൊടുക്കാനുള്ള വ്യക്തി debtor. And the person to whom business owes money is known as creditor. Okay? ബിസിനസ് ആർക്ക് പൈസ കൊടുക്കാനുണ്ടോ ഹി ഈസ് ക്രെഡിറ്റർ ടു ദ ബിസിനസ്, ആൻഡ് ബിസിനസിന് ആര് പൈസ കൊടുക്കാനുണ്ടോ ഹി ഈസ് ഡെറ്റർ ടു ദ ബിസിനസ്. ഓക്കെ. 22ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലയബിലിറ്റി അക്കൗണ്ട്? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ലയബിലിറ്റി അക്കൗണ്ട്? ലയബിലിറ്റി അക്കൗണ്ട് ഏതൊക്കെയാണ്? ലയബിലിറ്റി സി എന്നാണ് ആൻസർ പറയുന്നത്. ഓക്കെ, ഓരോന്ന് നോക്കാം. ക്യാഷ് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്, കറണ്ട് അസറ്റ്. Account receivable is like debtor, so it is also a current asset account. Bank loan is what? Is a in the liability, and sales is an income. So which is the liability account? Bank loan. The option is C. Clear? A bank loan is a liability as it represents an amount the business owes to the bank. 23ാമത്തേത്, which book is used to record cash and bank transaction? Cash transaction, bank transaction record ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ബുക്കാണ്? സി, കറക്റ്റ് ആൻസർ. ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡബിൾ കോളം ക്യാഷ് ബുക്കിലൂടെ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലിയർ? യെസ്. അല്ലേ തന്നെ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിൽ. ഈവൻ ക്യാഷ് പർച്ചേസസ്, ക്യാഷ് സെയിൽസ് എല്ലാം ഇതിനകത്ത് വരും. ഓക്കെ. 24ാമത്, the process of transferring entries from the journal to ledger is called what? Posting. Correct answer. B, posting ആണ്. Posting ആണ് transferring of transaction from journal to ledger. 25ാമത്, which of the following account is classified as real account? താഴെ പറയുന്ന ഏതൊക്കെയാണ് റിയൽ അക്കൗണ്ടുകൾ? റിയൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ, സെയിൽ അക്കൗണ്ട് ആണോ, ഫർണിച്ചർ അക്കൗണ്ട് ആണോ, വേജ് അക്കൗണ്ട് ആണോ? സി, ഫർണിച്ചർ അക്കൗണ്ട്. കറക്റ്റ്. ഫർണിച്ചർ അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട്. ഇൻകം, എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ട്സ് എല്ലാം എന്താ? നോമിനൽ അക്കൗണ്ട് ആണ്. ക്ലിയർ? യെസ്. ക്യാപിറ്റൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. കാരണം ക്യാപിറ്റൽ അത് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഓണറിന്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫർണിച്ചർ അക്കൗണ്ട് ആണ് കറക്റ്റ് ആണ്. റിയൽ അക്കൗണ്ട് റിലേറ്റ് ടു ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ഇൻടാഞ്ചിബിൾ ഓർ ടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് റിയൽ അക്കൗണ്ട്. ഫർണിച്ചർ ഇസ് എ ടാഞ്ചിബിൾ അസറ്റ്, മേക്കിംഗ് ഇറ്റ് എ റിയൽ അക്കൗണ്ട്. ഓക്കെ. ട്രയൽ ബാലൻസ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ഇറർ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്, പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്, റെക്കോർഡ് ട്രാൻസാക്ഷൻ, പോസ്റ്റ് എൻട്രീസ്. എ, to identify errors in the book of account. ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ. അങ്ങനെ ഇറേഴ്സ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will go to the process of rectification of errors, and after that we will continue with the accounting procedure of analyzing and interpreting and at last communication. 27ാമത്തേത്, the purchase book records. പർച്ചേസ് ബുക്ക് എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് ആണോ, ക്യാഷ് പർച്ചേസ് ആണോ, ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ആണോ, പർച്ചേസ് റിട്ടേൺസ് ആണോ? ബിയും ഉണ്ട്, സിയും ഉണ്ട്. ലെറ്റ്സ് ചെക്ക്.
ക്യാഷ് പർച്ചേസ് എന്തായാലും പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യത്തില്ല ബിക്കോസ് ഇറ്റ് ഇസ് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. എവരി ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. സോ വി ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ നമ്പർ എ. ക്രെഡിറ്റ് പർച്ചേസസ്, യെസ് കറക്റ്റ് ആൻസർ ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് എ റോങ് ഓപ്ഷൻ ബിക്കോസ് ക്യാഷ് വി വിൽ ഓൾവേസ് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലായിരിക്കും ക്യാഷ് പർച്ചേസ് വന്ന് റെക്കോർഡ് ചെയ്യുക. ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്യാഷ് പർച്ചേസ് ആണെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാഷ് ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു ക്യാഷ് ഈസ് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. അപ്പൊ പർച്ചേസ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് credit purchases only. So credit purchase ആണ് correct answer. So the answer is option B, credit purchase. The purchase book record only credit purchase of goods meant for resale. Goods ന്റെ മാത്രമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരത്തില്ല, ജേർണൽ പ്രോപ്പറിലേ വരത്തുള്ളൂ. ജേർണൽ പ്രോപ്പർ ഇത് ഗുഡ്സിന്റെ ക്രെഡിറ്റ് പർച്ചേസ് ആ പർച്ചേസ് ബുക്കില്. അതുപോലെ തന്നെ സെയിൽ, അസറ്റ് സെയിൽ ആക്കി കഴിഞ്ഞാൽ ജേർണൽ പ്രോപ്പറിലേ എഴുതാൻ പറ്റത്തുള്ളൂ, സെയിൽസ് ബുക്കിൽ എഴുതാൻ പറ്റത്തില്ല. ഗുഡ്സിന്റെ സെയിൽസ് അത് ക്രെഡിറ്റ് സെയിൽസ് ആണ് സെയിൽസ് ബുക്കിൽ എഴുതുക. ഇനി ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ എന്തിന്റെ ആണെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാഷ്, സോ ഇറ്റ് കംസ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഓക്കെ അല്ലേ? 28ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇറേഴ്സ് അഫക്ട് ദ ട്രയൽ ബാലൻസ്? ഇതിൽ ഏത് ഇററുകളാണ് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്നത്? ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അങ്ങ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. കോമ്പൻസേറ്റിംഗ് ഇറർ, ഒരു ഇററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരു ഇറർ കമ്മിറ്റ് ചെയ്തു. റെക്കോർഡിംഗ് ഇൻ ദ റോങ് അക്കൗണ്ട്, റോങ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്തു. പോസ്റ്റിംഗ് ദ റോങ് അക്കൗണ്ട് ടു ആൻ അക്കൗണ്ട്, റോങ് എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇതിൽ ഏതാണ് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്തത്? ഡി ആണ് ഉത്തരം പറഞ്ഞത്. ഡി എന്ന ആൻസർ കറക്റ്റ് ആണ്. അത് നമുക്ക് ഓരോന്നും നോക്കാം. ഒമിഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ, നമുക്ക് ആദ്യം ട്രയൽ ബാലൻസ് വരയ്ക്കാം. ട്രയൽ ബാലൻസിന് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ലാസ്റ്റില് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകണം. ഒമിഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷൻ ഫുൾ ആയിട്ട് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ആ ട്രാൻസാക്ഷൻ വരുന്നില്ല, ട്രയൽ ബാലൻസിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇറർ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല. കോമ്പൻസേറ്റിംഗ് ഇറർ, ഒരു തെറ്റ് മറയ്ക്കാൻ മറ്റൊരു തെറ്റ് ചെയ്തു, സോ കോമ്പൻസേറ്റ് ആയിപ്പോയി. തെറ്റ് കോമ്പൻസേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് റിഫ്ലക്ട് ചെയ്യത്തില്ല, സോ കോമ്പൻസേറ്റിംഗ് ഇററും ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല. റെക്കോർഡിംഗ് ഇൻ ദ റോങ് അക്കൗണ്ട്, റോങ് അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത്, അക്കൗണ്ട് റോങ് ആയിപ്പോയി. ഇപ്പം ഒരു ക്രെഡിറ്ററുടെ, റാം എന്ന ക്രെഡിറ്ററിന് പകരം രമേശ് എന്ന ക്രെഡിറ്റർക്കാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആയി. അങ്ങനെ വരുമ്പോഴും വിഷയമൊന്നുമില്ല. പക്ഷെ പോസ്റ്റിംഗ് ദ റോങ് എമൗണ്ട് ടു ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ റോങ് എമൗണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ സൈഡഡ് ഇറർ ആയി പോകും. പോസ്റ്റിംഗ് ദ റോങ് എമൗണ്ട് ടു ആൻ അക്കൗണ്ട്. ക്ലിയർ? ഇറർ ഇൻ എമൗണ്ട് അഫക്ട് ദ ട്രയൽ ബാലൻസ് വേറാസ് അതർ ഇറേഴ്സ് മേ നോട്ട് അഫക്ട്. അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം റോങ് എമൗണ്ട് പോസ്റ്റ് ചെയ്തു, മറ്റേ അക്കൗണ്ടിൽ കറക്റ്റ് എമൗണ്ട് ഇട്ടു. ഈ അക്കൗണ്ട് വന്നപ്പോൾ റോങ് ആയിപ്പോയി. അപ്പൊ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ട്. അപ്പൊ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നു, ഇത് ടാലി ആകത്തില്ല. ക്ലിയർ? അപ്പൊ പോസ്റ്റിംഗ് ദ റോങ് അക്കൗണ്ട്, സോറി, എമൗണ്ട് ടു ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിലേക്കാണ് റോങ് എമൗണ്ട് പോയത്, മറ്റേ അക്കൗണ്ടിൽ കറക്റ്റ് എമൗണ്ട് തന്നെ വരികയും ചെയ്തു. അത് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യും. ട്രയൽ ബാലൻസ് എന്താകത്തില്ല, ടാലി ആകത്തില്ല. So that is the only error which affects the trial balance, and rest of the errors do not affect the trial balance. Clear? Yes. So the option is D, posting the wrong amount to an account. ഇനി 29ാമത്തെ question, the capital account represents owner's investment in the business ആണോ, cash balance ആണോ, business profit ആണോ, loan taken ആണോ? A ആണ് ഓണേഴ്സ് ഇൻട്രസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ്. ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഓണർക്ക് കിട്ടാൻ അവകാശമുള്ള എമൗണ്ട്. അത് വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഓണർക്ക് കൊടുക്കും. ബാക്കി എല്ലാ ലൈബിലിറ്റിയും പേ ഓഫ് ചെയ്തതിനു ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ക്ലിയർ? അതാണ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് റെപ്രസെന്റ് ഓപ്ഷൻ നമ്പർ E. ഓക്കെ. 30ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്സിഡിയറി ബുക്ക്? ജേർണലിന്റെ സബ്സിഡിയറി ബുക്ക് അല്ലാത്തത് ഏതാണ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ലെഡ്ജർ, സെയിൽസ് ബുക്ക്.
സി ആണ് പറയുന്നത് ലെഡ്ജർ. ലെഡ്ജർ ഒരിക്കലും സബ്സിഡിയറി ബുക്ക് അല്ല. എന്തിൻ്റെത്? ജേണലിലെ സബ്സിഡിയറി ബുക്ക് അല്ല. ലെഡ്ജർ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, യെസ്. അപ്പൊ ഏതൊക്കെയാ സബ്സിഡിയറി ബുക്ക്? ക്യാഷ് ബുക്ക് ഉണ്ട്, അതിൽ തന്നെ സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽ റിസീവബിൾ, ബിൽ പേയബിളിന്റെ ബുക്ക്. ഇങ്ങനത്തെ കുറെ ബുക്സ് ഉണ്ട്. ഏറ്റവും അവസാനം ഇതിലൊന്നും പെടാത്ത എഴുതാൻ വേണ്ടി ജേണൽ പ്രോപ്പറും ഉണ്ട്. ഇതൊക്കെയാണ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഡ്ജർ എന്ന് പറയുന്നത് ഫൈനൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണ്, വൈൽ ദ അതേഴ്സ് ആർ സബ്സിഡിയറി ബുക്സ്. ഓക്കെ, 31ാമത്തത് which error is not revealed by a trial balance. ഒരു ട്രയൽ ബാലൻസിലൂടെ ഡിറ്റക്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഇറർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇറർ ഓഫ് ഒമിഷൻ ആണോ, ഇറർ ഓഫ് കമ്മീഷൻ ആണോ, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, അതോ ഓൾ ഓഫ് ദ എബവ് ആണോ? ഏതാണ് ഡിറ്റക്ട് ചെയ്യപ്പെടാതെ പോകുന്നത്? ഡി ആണ് എല്ലാവരും പറയുന്നത് ഓൾ ഓഫ് ദി എബവ്. ഈ മൂന്നെണ്ണവും ഡിറ്റക്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. ഇറർ ഓഫ് ഒമിഷൻ ഒമിറ്റ് ചെയ്യപ്പെടുന്നു, അത് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്നില്ല. ഇറർ ഓഫ് കമ്മീഷൻ ഉണ്ടാകുന്നു, നമ്മളൊരു ഇറർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇറർ വരുത്തി, എമൗണ്ട് തെറ്റിച്ചു, രണ്ട് അക്കൗണ്ടിലും എമൗണ്ട് തെറ്റിപ്പോയെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡെബിറ്റും ക്രെഡിറ്റും സെയിം എമൗണ്ട് തന്നെയാണ്, ഇറ്റ് വിൽ സ്റ്റിൽ ബാലൻസ്. ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്, പ്രിൻസിപ്പിൾ ഇറർ വന്നാലും ഇറ്റ് വിൽ സ്റ്റിൽ ബാലൻസ്. ക്ലിയർ? യെസ്. So all of the above. A trial balance only detect arithmetic errors. Arithmetic errors മാത്രമേ ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അത് അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നത്. സോ നോട്ട് ഇറർ ഓഫ് ഒമിഷൻ, കമ്മീഷൻ ഓർ പ്രിൻസിപ്പിൾ, ഇത് മൂന്നും ഡിറ്റക്ട് ചെയ്യത്തില്ല. അപ്പോ ഒരു അക്കൗണ്ടിൽ മാത്രം ഒരു അരിത്തമാറ്റിക്കൽ എറർ വന്നാൽ ഇറ്റ് വിൽ ഡിറ്റക്ട്. അതിനപ്പുറം ഒന്നും ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത്, sale of goods worth 5,000 were recorded as 500. This is an example of which type of error? 5000 രൂപ 500 എന്ന് റെക്കോർഡ് ചെയ്തു. സെയിൽ ആണ്, സെയിൽ അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്ത്. ഇറർ ഓഫ് ഒമിഷൻ ആണോ, പ്രിൻസിപ്പിൾ ആണോ, കമ്മീഷൻ ആണോ, ഇറർ ഓഫ് ഒറിജിനൽ എൻട്രി ആണോ? ഡി ആണ് പറയുന്നത് ഇറർ ഓഫ് ഒറിജിനൽ എൻട്രി എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, ഇറ്റ് ഈസ് ഇറർ ഓഫ് ഒറിജിനൽ എൻട്രി. When a transaction is recorded with the wrong amount, it is an error of original entry. അത് error of original entry ആണ്. ക്ലിയർ? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു, പക്ഷെ റെക്കോർഡ് ചെയ്ത റോങ് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ error of original entry. എൻട്രി ഇട്ടപ്പോ തന്നെ ഇറർ സംഭവിച്ചു, എമൗണ്ടിൽ ഇറർ സംഭവിച്ചു. 33ാമത്. The account which record the amount payable to suppliers is dash. Amount payable to supplier, supplier കൊടുക്കേണ്ട amount payable അത് റെക്കോർഡ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? അക്കൗണ്ട് റിസീവർ ആണോ, ക്യാഷ് അക്കൗണ്ട് ആണോ, അക്കൗണ്ട് പേയബിൾ ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ? സി ആണ് പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ ആണ് പറയുന്നത്. കറക്റ്റ് ആൻസർ ആണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യും. നമ്മുടെ ഡെറ്റേഴ്സിനൊക്കെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, നോ പ്രോബ്ലം. അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ളത്. അക്കൗണ്ട് പേയബിൾ റെപ്രസെന്റ് ദ എമൗണ്ട് ഓ ടു സപ്ലയർ ഫോർ ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസിന് സപ്ലയർക്ക് ഓ ചെയ്യുന്ന എമൗണ്ട് ആണ് അക്കൗണ്ട്സ് പേയബിളിൽ വരുന്നത്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ അതിനെ വിളിക്കാം, സെയിം ആണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. 34ാമത്തത്, ദ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ വിച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ? ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നിൽക്കുന്നത്? ഓക്കെ, സി ആണ് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാന്നുള്ളൂ. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ് അത്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വരുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നിൽക്കുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന കോൺസെപ്റ്റ് നിൽക്കുന്നത്. ഈ ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറയുന്നത് എന്താ? കൂട്ടൽ കുറയൽ എന്ന പരിപാടിയല്ല, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറുന്ന സംഭവമാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കോൺസെപ്റ്റുകൾ മാത്രമാണ്. ചില സിറ്റുവേഷനുകളിൽ ഡെബിറ്റ് അഡീഷന്റെ കോൺസെപ്റ്റ് കാണിക്കുമെങ്കിൽ ചിലതിൽ അത് സബ്ട്രാക്ഷന്റെ ഇത് കാണിക്കും. ക്ലിയർ? അതാ പറയുന്നത് അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ നമുക്ക് ഡെബിറ്റ് ചെയ്യാം, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. അത് അസറ്റിന്റെ എക്സ്പെൻസിന്റെ കോണ്ടെക്സ്റ്റിൽ ഡെബിറ്റും ക്രെഡിറ്റും വ്യത്യസ്തപ്പെട്ടു. കൂടിയാൽ ഡെബിറ്റ് ചെയ്തോ, കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്തോ, അസറ്റും എക്സ്പെൻസും. ഇൻകം ലയബിലിറ്റി ക്യാപിറ്റലിന്റെ കോണ്ടെക്സ്റ്റിൽ അവ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്തോ, കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്തോ. അപ്പൊ ക്രെഡിറ്റ് ഡെബിറ്റ് കൂടൽ കുറയലൊന്നുമില്ല. അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് ചേഞ്ചസ്. ചില കോണ്ടെക്സ്റ്റിൽ അത് കൂട്ടുമായിരിക്കും,
ചില കോണ്ടെക്സ്റ്റിൽ അത് കുറയ്ക്കുമായിരിക്കും. കുറയ്ക്കുന്നതിനായിരിക്കും അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതെല്ലാം ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഓക്കെ. 35ാമത്തത്, if a purchase is recorded in the sales book, it is a principle of dash. പർച്ചേസ് ആണ്, അത് സെയിൽസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്ത്. അപ്പൊ ഒരു ഇറർ സംഭവിച്ചിട്ടുണ്ട്. ഒമിഷൻ ആണോ, കമ്മീഷൻ ആണോ, പ്രിൻസിപ്പിൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? ബി ആണ് പറയുന്നത് ഇറ്റ് ഈസ് അൻ ഇറർ ഓഫ് കമ്മീഷൻ. പക്ഷെ ഇവിടെ പറയുന്നത് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെന്ന്. ആൻഡ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ഒക്വർ വെൻ ആൻ എൻട്രി ഈസ് റെക്കോർഡഡ് ഇൻ ദ റോങ് ക്ലാസ് ഓഫ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ തെറ്റിപ്പോയി, നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് പറ്റി. പർച്ചേസിനെ സെയിലായിട്ട് നമ്മൾ കണ്ടു. ക്ലിയർ? പർച്ചേസിനെ സെയിലായിട്ട് കണ്ട് സെയിൽ ബുക്കിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് പ്രിൻസിപ്പിളിന്റെ ഇറർ ആണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ സാധ്യമായില്ല. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യേണ്ടതിന് പകരം അതിനെ നമ്മൾ ഒരു ഇൻകം ആയിട്ടുള്ള സെയിൽസിൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യും. അപ്പൊ അവിടെ ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ഒക്വർ when an entry is recorded in wrong class of accounts. അപ്പൊ എപ്പോഴൊക്കെ റോങ് ക്ലാസ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി റെക്കോർഡ് ചെയ്യപ്പെടുന്നോ അപ്പോഴൊക്കെ മനസ്സിലാക്കുക അത് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. ക്ലിയർ? ഓക്കെ. 36ാമത്തത്, which account is affected when goods are returned by customer. കസ്റ്റമർ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ട് അഫക്ട് ചെയ്യപ്പെടുന്നത്? പർച്ചേസ് റിട്ടേൺ ആണോ, സെയിൽസ് റിട്ടേൺ ആണോ? യെസ്, സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ. നമ്മുടെ കസ്റ്റമറിന് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, ഡിഫോൾട്ട് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം they return the goods, so it is affected by sales return account. Sales return account. When customer return goods, it reduces sales revenue. The transaction is recorded in the sales return account or return inward account, which is a contra revenue account. അപ്പൊ റവന്യൂവിനെ കുറയ്ക്കുന്ന അക്കൗണ്ട് ആണ്, അതുകൊണ്ട് കോൺട്രാ റവന്യൂ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ. 37ാമത്തത്, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം റാം ഷുഡ് ബി റെക്കോർഡഡ് ഇൻ വിച്ച് ബുക്ക്? അപ്പൊ റാമിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ഏത് ബുക്ക് റെക്കോർഡ് ചെയ്യണം? ബി, കറക്റ്റ് ആൻസർ. അത് പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. ക്യാഷിനാണെങ്കിൽ ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ഓക്കെ. പർച്ചേസ് ബുക്ക്, കറക്റ്റ് ആൻസർ. 38ാമത്തത്, എ ട്രയൽ ബാലൻസ് ഷോസ് only nominal accounts, only real accounts, both the debit and credit balance of all ledger accounts, only the profit or loss of the business. ഇതിൽ ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. നോമിനൽ അങ്ങനെ വകതിരിവൊന്നുമില്ല. ഏത് അക്കൗണ്ട്, നോമിനൽ ആയിക്കോട്ടെ, റിയൽ ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, അതിന്റെ എല്ലാത്തിന്റെയും ലെഡ്ജറുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കൗണ്ട് അല്ല സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്. ദ ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് their balances showing both debit and credit side to check mathematical accuracy. Clear? 39th question. The rectification of an error that does not affect the trial balance is done by dash. അപ്പം ഒരു ജേർണൽ എൻട്രി വഴിയാണോ, അതോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വഴിയാണോ, സസ്പെൻസ് അക്കൗണ്ട് വഴിയാണോ, നോട്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴിയാണോ? എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ നടത്തുന്നത്? ഏത് that does not affect trial balance? ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത ഒരു ഇററിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ജേർണൽ ഒരു എൻട്രി റെക്ടിഫൈ ചെയ്യാമോ? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണോ, സസ്പെൻസ് അക്കൗണ്ട് ആണോ, അതോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു നോട്ടായിട്ട് കാണിച്ചാൽ മതിയോ? അതാണ് അവിടുത്തെ ചോദ്യം. ആൻസർ ഉണ്ടോ? ഓക്കെ. ഒരു ജേർണൽ എൻട്രി മതി, അതിനെയാണ് റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് വിളിക്കുന്നത്. ഇറേഴ്സ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഇറർ ഓഫ് കമ്മീഷൻ വരാം, ക്ലിയർ. അതുപോലെ എന്താ പറയുക, ഇറർ ഓഫ് ഒമിഷൻ വരാം, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ വരാം. അതൊക്കെ നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യും? ദേ ആർ റെക്ടിഫൈ ത്രൂ ജേർണൽ എൻട്രി. ഒമിറ്റ് ചെയ്തെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യുക.
ഇനി ഒരു പ്രിൻസിപ്പിളിന്റെ എൻട്രി ആണെങ്കിൽ അതിനെ നേരെ റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രി പാസ് ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യുക. ഇതിനെല്ലാം ജേർണൽ എൻട്രീസ് പാസ് ചെയ്താൽ മതി. ക്ലിയർ? 40ാമത്തത്, ഇഫ് റെന്റ് പെയ്ഡ് ഈസ് ഡെബിറ്റഡ് ടു ദ മെഷീനറി അക്കൗണ്ട് ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇറർ? റെന്റ് പെയ്ഡ് ആണ്, റെന്റ് പേ ചെയ്തു, പക്ഷെ അത് നമ്മൾ എവിടെ ഡെബിറ്റ് ചെയ്തേ? മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. ഓക്കെ, റെന്റ് പെയ്ഡ് എവിടെ ഡെബിറ്റ് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ടുള്ള റെന്റിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടണം. പകരം അസറ്റ് ആയിട്ടുള്ള മെഷീനറിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. അത് ഏത് തരം ഇറർ ആണ്? സി ആണ് പറയുന്നത്. സി ഏതാ? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. കറക്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ റോങ് ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടു, അപ്പൊ അത് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. An error of principle occurs when a transaction is recorded in the wrong class of account. അപ്പൊ എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യേണ്ടതിനെ പിടിച്ച് മെഷീനറിയിൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്തു. Rent is an expense but wrongly debited to an asset account. Clear? Yes. So it is an error of principle. Correct answer. 41ാമത്തെ ക്വസ്റ്റ്യൻ, an error that affects only one account is called. ഒറ്റ അക്കൗണ്ടിനെ മാത്രം എഫക്ട് ചെയ്യുന്ന എറർ ആണെങ്കിൽ അത് ടു സൈഡഡ് എറർ ആണോ, വൺ സൈഡ് എറർ ആണോ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? ഏത് തരത്തിലുള്ള എറർ ആയിരിക്കും അത്? ഒറ്റ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. രണ്ട് അക്കൗണ്ടിനെങ്കിലും എഫക്ട് ചെയ്താൽ അത് ട്രയൽ ബാലൻസ്. രണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്താൽ അത് എപ്പോഴും ഏത് തരത്തിലുള്ളതായിരിക്കും? ടു സൈഡഡ് ആയിരിക്കും. രണ്ടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നിനെ മാത്രം എഫക്ട് ചെയ്താൽ ഏതായിരിക്കും? യെസ്, വൺ സൈഡഡ് എറർ. പ്രിൻസിപ്പിൾ ഇറർ ആണെങ്കിലും അത് എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. കോമ്പൻസേറ്റിംഗ് ആണെങ്കിലും ഒരു തെറ്റിന് മറ്റൊരു തെറ്റ് കൊണ്ട് മറയ്ക്കുകയാണ്, അതും രണ്ടെണ്ണത്തിനെ എഫക്ട് ചെയ്യും. സോ വൺ സൈഡഡ് എറർ ആണ് occur when an entry is recorded incorrectly in only one account. ഇങ്ങനെ വൺ സൈഡഡ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ ട്രയൽ ബാലൻസ്. വൺ സൈഡഡ് എറേഴ്സ് ആണ് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നത്. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ടാലി ആകത്തില്ല, ട്രയൽ ബാലൻസ് അത് റിഫ്ലക്ട് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ടോട്ടലിംഗ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഓർ റോങ് ബാലൻസിങ്. അപ്പൊ ഒരു അക്കൗണ്ടിനെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് തെറ്റിപ്പോയി, അത് വൺ സൈഡഡ് എറർ. മറ്റേ അക്കൗണ്ടിന് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, റോങ് ബാലൻസിങ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് വൺ സൈഡഡ് എറർ ആണ്. അത് ട്രയൽ ബാലൻസ് ആകുന്നത് തടയും, ട്രയൽ ബാലൻസിൽ അത് എഫക്റ്റഡ് ആവും, ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യും. If a purchase of 5,000 is recorded as 500 in the purchase book, it is an example of which type of error? Purchase 5000 500 ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഏത് ടൈപ്പാ? ഡി. യെസ്, error of original entry. Error of original entry occurs when a transaction is recorded incorrectly at the source document stage. അപ്പൊ റെക്കോർഡ് ചെയ്യുക, അതായത് ആദ്യമായി റെക്കോർഡ് ചെയ്യുക, ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 5000 500 ആയിട്ട് റെക്കോർഡ് ചെയ്തു. ക്ലിയർ? അതാണ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്, എറർ ഓഫ് ഒറിജിനൽ എൻട്രി. 43ാമത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഇറർ ഈസ് ഡിറ്റക്ടഡ് ബൈ എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യുന്ന ഇറേഴ്സ് ഏതാ? ഇറർ ഓഫ് ഒമിഷൻ ആണോ, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, ഇറർ ഓഫ് അഫക്ടിങ് ഓൺലി വൺ അക്കൗണ്ട് ആണോ, ഇറർ ഓഫ് കോമ്പൻസേറ്റിംഗ് നേച്ചർ ആണോ? സി, കറക്റ്റ്. വൺ അക്കൗണ്ട്, അത് തന്നെയാണ്. ഇറേഴ്സ് അഫക്ടിങ് ഓൺലി വൺ അക്കൗണ്ട്. ഒറ്റ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്ന ഇറേഴ്സ് ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യും. ഒമിഷൻ ആണെങ്കിലും പ്രിൻസിപ്പിൾ ആണെങ്കിലും കോമ്പൻസേറ്റിംഗ് ഇറർ ആണെങ്കിലും രണ്ട് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവയൊന്നും ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യത്തില്ല. ഇറേഴ്സ് അഫക്ടിങ് ഓൺലി വൺ അക്കൗണ്ട്. ഇറേഴ്സ് അഫക്ടിങ് ഓൺലി വൺ സൈഡ് ഓഫ് ദി ട്രയൽ ബാലൻസ് സച്ച് ആസ് ഇൻകറക്റ്റ് പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ഇറേഴ്സ് or wrong balancing can be detected by the trial balance. Correct answer. 44ാമത്തത്, when wages paid for constructing a building is recorded as wages expense, it is an example of which type of error? അതായത് നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അപ്പൊ കോസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ സെറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോസ്റ്റും കൂടെ അതിനകത്ത് ചേർക്കണം. അപ്പൊ നമുക്കൊരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു അസറ്റ് വേണം. ആ അസറ്റ് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേജ് കൊടുത്തത്. അപ്പൊ അത് ആ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്പെൻസ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ ബിൽഡിങ്ങിന്റെ കോസ്റ്റിനകത്ത് വരേണ്ടതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിൽഡിംഗ് എന്ന് പറയുന്ന ആ കാറ്റഗറി തന്നെ വരേണ്ടതാണ്. പക്ഷെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് വേജിനകത്താ കാണിച്ചത്. മനസ്സിലായോ? വേജിനകത്താ കാണിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ടതിനെ പിടിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചു. ഓക്കെ ആണോ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ മറ്റൊരു പേരുണ്ട് എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്പെൻസ്. കാരണം ആ എക്സ്പെൻസിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കുറവേ നമുക്ക് കിട്ടൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് മാത്രം വിളിച്ചാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം കിട്ടും. ബിൽഡിംഗ് പണിതാൽ ബിൽഡിങ്ങിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നമ്മൾ എൻജോയ് ചെയ്യും. ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടാ വേജ് നമ്മൾ മുടക്കിയത്. സോ ബിൽഡിങ്ങിന്റെ കോസ്റ്റിനകത്ത് വരേണ്ടതായിരുന്നു ആ വേജ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകേണ്ടതായിരുന്നു. പകരം നമ്മൾ എന്ത് ചെയ്തു? ആ സ്പെൻഡ് ചെയ്ത വേജിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ബിൽഡിങ്ങിന്റെ വിലയുടെ കൂടെ കൂട്ടിയില്ല. അതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് ഒരു വെറും എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി. അത് ഏത് തരം ഇററാണ്? ആർക്കെങ്കിലും പറയാമോ? ഏത് തരം ഇററാണ്? സി ആണ് ഓപ്ഷൻ പറയുന്നത്, ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? റോങ് കാറ്റഗറിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ചു. The error of principle occur when an expense is recorded in the wrong category. In this case, wage paid for building construction should be capitalized. Capitalized എന്ന് പറഞ്ഞാൽ it is a capital expenditure. അതൊരു capital expenditure ആണ്. അത് ബിൽഡിംഗ് അക്കൗണ്ടിനകത്താണ് കാണിക്കേണ്ടത്. പക്ഷെ അത് വേജ് അക്കൗണ്ട് എന്ന എക്സ്പെൻസ് അക്കൗണ്ടിൽ കൊണ്ട് കാണിച്ചു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാകേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി റോങ് ക്ലാസ്സിൽ കൊണ്ടുപോയി കാണിച്ചു. സോ ഇറ്റ് ഈസ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താന്ന് ക്ലിയർ ആയോ? അതിൽ ഡൗട്ട് കാണല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ്. ഓക്കെ, ഷോർട്ട് ടേമിലേക്കുള്ളത്. ഓക്കെ, ലോങ് ടേമിൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിനെ വിളിക്കുന്ന പേര് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിന് മാത്രം കണ്ട അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. 45ാമത്തത്, when the sales book is undercast, which account is affected? സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ചെയ്തു, അതായത് സെയിൽസ് ബുക്കിലെ എമൗണ്ട് കുറച്ചാ കാണിച്ചിരിക്കുന്നത്. അത് ഏത് അക്കൗണ്ടിനെയാണ് അഫക്ട് ചെയ്യുക? സെയിൽസ് അക്കൗണ്ടിനെയാണോ, പർച്ചേസ് അക്കൗണ്ടിനെയാണോ, ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണോ, സസ്പെൻസ് അക്കൗണ്ടിനെയാണോ? ഓക്കെ, നോക്കാം. സെയിൽസ് അക്കൗണ്ടിനെയാണ്. അണ്ടർകാസ്റ്റിംഗ് മീൻസ് ദ ടോട്ടൽ സെയിൽസ് വെയർ റെക്കോർഡഡ് ലെസ് ദാൻ ദ ആക്ച്വൽ എമൗണ്ട്. അത് അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞത്. ടോട്ടൽ സെയിൽസ് കുറവാണ് കാണിച്ചിരിക്കുന്നത്. സെയിൽസ് ബുക്കിലെല്ലാം ക്രെഡിറ്റ് സെയിൽസേ വരത്തുള്ളൂ. ആ ക്രെഡിറ്റ് സെയിൽസിന്റെ ടോട്ടൽ ആക്ച്വലി ഉള്ളതിനേക്കാൾ കുറവാണ് കാണിച്ചത്. അതെങ്ങോട്ടേക്ക് പോകും? ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ടിൽ പോകും. കാരണം സെയിൽസ് അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്ക് ക്രെഡിറ്റും അതുപോലെ തന്നെ ക്യാഷ് സെയിൽസും എല്ലാം അതിനകത്ത് വരും. അപ്പം അതിനകത്ത് വന്നപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഉള്ളതിനേക്കാൾ കുറവാണ് വന്നത്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിനെ അത് ബാധിക്കും. ദിസ് അഫക്ട് ദ സെയിൽസ് അക്കൗണ്ട് ലീഡിംഗ് ടു ലോവർ റവന്യൂ ബീങ് റിപ്പോർട്ടഡ്. അപ്പൊ സെയിൽസ് ഉള്ളതിനേക്കാളും കുറച്ചേ കാണിക്കുന്നു. അപ്പൊ അത് ലോവർ റവന്യൂ റിപ്പോർട്ട് ചെയ്യുന്നതിന് കാരണമാകും. സെയിൽസ് അക്കൗണ്ടിനെ അത് ബാധിക്കും. ഓക്കെ, 46ാമത്തത്, വിച്ച് അക്കൗണ്ട് ഈസ് യൂസ് ടെമ്പററിലി വെൻ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ടാലി? ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടാണ് ടെമ്പററിലി ആയിട്ട് ഉപയോഗിക്കുന്നത്? ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് ഉപയോഗിക്കുമോ, സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുമോ, P&L അക്കൗണ്ട് ഉപയോഗിക്കുമോ, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കുമോ? ആൻസർ എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ടാലി സംഭവം ഇത്രയേ ഉള്ളൂ. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന്റെ ജേർണൽ എൻട്രി നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ജേർണൽ എൻട്രി ഒന്നും പഠിക്കാനായിട്ടില്ല. ആക്ച്വലി ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ ഓക്കെ, നമ്മൾ ആദ്യം അതിൽ സസ്പെൻസ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചങ്ങ് ടാലി ആക്കും. എന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഇറർ കണ്ടുപിടിക്കാൻ. ഇറർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ട്രയൽ ബാലൻസിൽ ഇറർ അഫക്റ്റിംഗ് ട്രയൽ ബാലൻസ്. എന്നിട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഇപ്പൊ സസ്പെൻസ് ഡെബിറ്റിലാണ് സസ്പെൻസ് വന്നിട്ടുള്ളതെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ആ ഒരു സസ്പെൻസിന്റെ ഡെബിറ്റ് നമ്മൾ ക്രെഡിറ്റ് ആക്കി മാറ്റും. അപ്പൊ ഈ സസ്പെൻസ് ക്യാൻസൽ ആയി പോയ പോലെ. എന്നിട്ട് ആക്ച്വലി അവിടെ വരേണ്ടത് എന്താണോ അതിനെ അവിടെ ചെയ്യും. ക്ലിയർ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഡെബിറ്റ് സൈഡിൽ 10K വന്നു, ഇവിടെ 5K വന്നുള്ളൂ. അപ്പൊ 5000ന്റെ വ്യത്യാസം തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 5000 വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം സസ്പെൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും ഈ 5000 എവിടെയാണ് പ്രശ്നം വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് ബാലൻസ് ഉള്ള നമ്മളുടെ സെയിൽസ് അക്കൗണ്ടിൽ 5000 രൂപ
നമ്മൾ കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടാണ് മിസ്റ്റേക്ക് വന്നത്. കുറച്ച് കൂട്ടിയെന്ന് വേണ്ട, അവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. ക്ലിയർ? അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ 5000 കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവും. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ സസ്പെൻസിന് ഇവിടെ വേണ്ടല്ലോ, സസ്പെൻസിനെ നേരെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക, സെയിൽസിന് അത് ആ സെയിൽസ് കൊടുക്കുക. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഇത് ടാലിയായി നിർത്താൻ സസ്പെൻസ് യൂസ് ചെയ്യും, എറർ കണ്ടുപിടിക്കും, റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ സസ്പെൻസിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇടും, എന്നിട്ട് ഏതിനാണോ കൂട്ടേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കൂട്ടിക്കൊടുക്കും. ഇത് ഫോർ ഇറേഴ്സ് അഫക്റ്റിംഗ് ട്രയൽ ബാലൻസിന് മാത്രമാണ്, എന്നാലും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? സോ സസ്പെൻസ് അക്കൗണ്ട് ആണ് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? സോ എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ടെമ്പററിലി ടു ബാലൻസ് ട്രയൽ ബാലൻസ് when there are error that need to be rectified later. Clear? സോ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സസ്പെൻസ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. 47ാമത്തത്, if cash received from a debtor is not recorded in the cash book, it is an example of which type of error? Cash received from debtor. ഡെറ്ററിൽ നിന്ന് ക്യാഷ് കിട്ടി, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. എറർ ഓഫ് ഒമിഷൻ ആണോ, പ്രിൻസിപ്പിൾ ആണോ, ഒറിജിനൽ എൻട്രി ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? എ ആണ് പറയുന്നത്. എറർ ഓഫ് ഒമിഷൻ ആണ്, കറക്റ്റ് ആണ്, ഒമിറ്റ് ചെയ്തു. എറർ ഓഫ് ഒമിഷൻ occur when a transaction is completely or partially left out from the book of account. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി പൈസ, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടു. ദാറ്റ് മീൻസ് വി ഒമിറ്റഡ് ദ ട്രാൻസാക്ഷൻ. അത് പാർട്ട്ലി ആകാം അല്ലെങ്കിൽ ഫുള്ളി ആകാം, എങ്ങനെയാണെങ്കിലും ദാറ്റ് ഇസ് എറർ ഓഫ് ഒമിഷൻ. 48ാമത്തത്, വിച്ച് എറർ occur when 5200 is recorded as 2500? 5200 2500 ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, ട്രാൻസ്പൊസിഷൻ എറർ ആണോ? ഇതിനെ ട്രാൻസ്പൊസിഷൻ എറർ എന്നാണ് വിളിക്കുന്നത്. occur when digits are swapped or recorded incorrectly, such as writing 5200 as 2500. ക്ലിയർ? അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ട്രാൻസ്പൊസിഷൻ ഇററെ അവിടെ ചൂസ് ചെയ്യാവുള്ളൂ. അല്ല ഇതിന് പകരം ഒറിജിനൽ എൻട്രി എന്ന് പറയുന്ന ഒരു ഇറർ വന്നു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം. ബട്ട് ഈ ഒരു ഓപ്ഷൻ അവിടെ കാണും, ട്രാൻസ്പൊസിഷൻ ഇറർ, അതായത് തിരിഞ്ഞു പോയത്. 5200 2500 ആയി. ക്ലിയർ? അതായത് ഡിജിറ്റ്സ് ആർ സ്വാപ്ഡ് ഓർ റെക്കോർഡഡ് ഇൻകറക്റ്റ്ലി, അതിനെ ട്രാൻസ്പൊസിഷൻ ഇറർ എന്ന് വിളിക്കും. ക്ലിയർ? ഇതുപോലെ റെക്കോർഡ്